അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലോ. ഈ മാസത്തിൽ മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം മൗലിദ് ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് നാം കാണുന്നതാണ്. അവർ പറയുന്നത് ഇത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് ബിദ്അത്താണെന്നും ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണെന്നും. മൗലിദ് ആഘോഷത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത് റസൂലുള്ളാഹിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഇത് ഇല്ല എന്നും എങ്കിലും ഇത് വളരെ പുണ്യമായ കാര്യം ആണെന്നുമാണ്. രണ്ട് വിഭാഗവും തങ്ങളുടെ ന്യായീകരണത്തിന് വേണ്ടി ഹദീസുകളും ആയത്തുകളും പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ആയത്തുകളുടെ അർത്ഥം നമുക്ക് അറിയില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നാം എന്ത് സ്വീകരിക്കും? നമ്മുടെ പിതാക്കളും അവരുടെ നേതാക്കളും പറഞ്ഞതനുസരിച്ച് ഓരോ വിഭാഗവും ജീവിക്കാമെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളിൽ പറയുന്നുണ്ട്, പരലോകത്ത് വെച്ച് നേതാക്കളെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നും നേതാക്കളും അനുയായികളും തമ്മിലുള്ള സംഭാഷണങ്ങളെപ്പറ്റിയും ഈ നേതാക്കൾ പറഞ്ഞത് കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നീ കൊടുക്കണേ റബ്ബേ എന്ന് പറയുന്ന രംഗങ്ങളും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനും കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ആലോചിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിയുടെ കാലത്തും സഹാബത്തിൻ്റെ കാലത്തും ഇതില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ കാലത്ത് ഉള്ള നബിയെ സ്നേഹിക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് നോൽക്കുക, അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്ന്. അത് ആർക്കും പരാതിയില്ല, എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചത്തെ നോമ്പെടുത്തുകൊണ്ട് നബിയെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. മൗലിദ് ആഘോഷ പരിപാടികൾ തൽക്കാലം മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ മൗലിദ് കിതാബ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ ആ കാലഘട്ടത്തിലുണ്ടെന്നും അതിൻ്റെ ഒരു ഹർഫ് ഓതിയാൽ അതിൻ്റേതായ പ്രതിഫലമുണ്ടെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മൗലിദ് ഓതാൻ തോന്നുന്ന സമയത്തെല്ലാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. എന്നാൽ ആർക്കും പരാതിയില്ലല്ലോ. അതുപോലെ ഈ തർക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറഞ്ഞ കാര്യങ്ങൾ അധികമായി ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയം പ്രാപിച്ചേക്കാം. വീഡിയോ പരമാവധി പേരിലേക്ക് എത്തിക്കുക. ചിന്തിക്കാമല്ലോ.